നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർജുന വിഷാദയോഗത്തിലെ 2-ാം ശ്ലോകത്തിൽ ദുര്യോധനൻ ആചാര്യൻ ദ്രോണരോട് തൻ്റെ ആശങ്കയറിയിക്കുന്നത് നമ്മൾ കണ്ടു. ഭീഷ്മർ സർവസൈന്യാധിപനായിരിക്കെ തൻ്റെ ഗുരു കൂടിയായ ദ്രോണാചാര്യരോട് ഇങ്ങനെ പറയാൻ തക്കതായ കാരണങ്ങളുമുണ്ട്. സന്ധി സംഭാഷണങ്ങൾക്കിടയിൽ സൂചി കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവർക്ക് കൊടുക്കുകയില്ലെന്ന് ദുര്യോധനൻ തീരുമാനിക്കാൻ തൻ്റേതായ കാരണങ്ങളും ദുര്യോധനൻ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന് അജ്ഞാതവാസത്തിൻ്റെ കാലലംഘനമാണ്. 1 വർഷത്തെ അജ്ഞാതവാസം തീർന്നതിൻ്റെ പിറ്റേ ദിവസമാണ് വിരാട രാജ്യത്ത് ധാർത്തരാഷ്ട്രസേനയും ത്രികർത്തന്മാരും ആക്രമിച്ചത്. യുദ്ധത്തിനായി അർജുനൻ അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ത്രികാലജ്ഞാനിയായ ഭീഷ്മർ തിഥിയും പക്കവും ഒക്കെ നിരത്തി പാണ്ഡവന്മാർ 1 വർഷത്തെ അജ്ഞാതവാസം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞിട്ടും ദുര്യോധനനത് വിശ്വാസമായില്ല. അവർ അജ്ഞാതവാസം പൂർത്തിയാക്കിയില്ലെന്നും അവർ പിടിക്കപ്പെട്ടുവെന്നും അയാൾ പറഞ്ഞു. വീണ്ടും അവർ കാട്ടിൽ പോകണം എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശം. പാണ്ഡവർ ധർമ്മലംഘനം നടത്തി എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് രാജ്യം വിട്ടുകൊടുക്കയില്ലെന്ന് ദുര്യോധനൻ തീരുമാനിച്ചതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ദുര്യോധനൻ ആചാര്യൻ ദ്രോണരോട് തൻ്റെ സൈന്യത്തിൻ്റെയും പാണ്ഡവ സൈന്യത്തിൻ്റെയും താരതമ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആസുരമായ മനസ്സിൽ രൂപം കൊണ്ട ആശങ്കയുടെയും ഭയത്തിൻ്റെയും കാരണം കൊണ്ടും കൂടിയാണ്. മനസ്സുകൊണ്ട് ഭീഷ്മനും ദ്രോണരും കൃപനും പാണ്ഡവ പക്ഷത്താണെന്നും ദുര്യോധനന് നന്നായി അറിയാം. ഉണ്ട ചോറിൻ്റെ നന്ദി കാണിക്കാനും ആചാര്യനെ മാനസികമായി തനിക്കനുകൂലമായ മാനസികമായ അവസ്ഥയിൽ എത്തിക്കാനുമാണ് ദുര്യോധനൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഭഗവത്ഗീത അർജുന വിഷാദയോഗം ശ്ലോകം 3. പശ്യേതാം പാണ്ഡുപുത്രാണ ആചാര്യ മഹതീം ചമു. പശ്യൈത്താം പാണ്ഡുപുത്രാണാമാചാര്യ മഹതീം ചമും വ്യൂഢം ദ്രുപദപുത്രേണ അവ ശിഷ്യേണ ധീമത. അല്ലയോ ആചാര്യ, തവ അങ്ങയുടെ ശിഷ്യനും ധീമത ബുദ്ധിശാലിയായുള്ള ദ്രുപദന്റെ പുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ, ആ ദൃഷ്ടദ്യുമ്നാൽ ഗൂഢം അണിനിരത്തപ്പെട്ട വ്യൂഹം. വ്യൂഢം എന്നാൽ അണിനിരത്തപ്പെട്ട വ്യൂഹം, സൈനിക വ്യൂഹം എന്നാണ്. പാണ്ഡുപുത്രന്മാരുമായിട്ടുള്ള മഹതീം വലിയ ചമൂം സേനയെ പശ്യ കണ്ടാലും. ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ധീമാനുമായ പുത്രനായ ദൃഷ്ടദ്യുമ്നാൽ അണിനിരത്തപ്പെട്ടിരിക്കുന്ന ഈ പാണ്ഡവസേനയെ അവിടുന്ന് നോക്കിയാലും എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി എന്തുകൊണ്ടാണ് ദുര്യോധനൻ ഇങ്ങനെ ദ്രോണരോട് പറഞ്ഞതെന്ന് നമുക്കൊന്ന്
ചിന്തിക്കാം. ദ്രോണരോട് ദുര്യോധനൻ ഒരു ചങ്കിൽ കുത്തുന്ന പ്രയോഗമാണ് ഇത് മൂലം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രോക്ഷം ആളിക്കത്തണം, അതായത് കോപം അങ്ങേയറ്റത്തുണ്ടാകണം പാണ്ഡവരോട്. അതാണ് ദുര്യോധനൻ്റെ ഉദ്ദേശവും. ഇനി എന്തുകൊണ്ടാണ് ദൃഷ്ടദ്യുമ്നൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്? അത് അറിയേണ്ട കാര്യമാണ്. പാഞ്ചാല രാജാവായ ദ്രുപദനും ദ്രോണരും അഗ്നിവേശ മുനിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥ സ്നേഹിതന്മാരായിരുന്നു. താൻ രാജാവാകുമ്പോൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് അന്ന് ദ്രുപദൻ ദ്രോണനോട് പറഞ്ഞിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ് ദ്രുപദൻ രാജാവായി. ദ്രോണൻ കൃപന്റെ സഹോദരി കൃപിയെ വിവാഹം ചെയ്തു. ദരിദ്ര ബ്രാഹ്മണ കുലത്തിലായതിനാൽ തൻ്റെ ജീവിതം കഷ്ടത്തിലായി തീർന്നു. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു അന്ന് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. മകനായ അശ്വത്ഥാമാവ് പോലും പട്ടിണി അനുഭവിച്ചു. ഇനി നരകിക്കാൻ വയ്യ തൻ്റെ കൂട്ടുകാരനെ കാണാൻ പാഞ്ചാലത്തിലെത്തിയ ദ്രോണനെ ഇനി നരയിക്കാൻ വയ്യെന്ന് അങ്ങ് മനസ്സിൽ തീരുമാനിച്ചു. എങ്ങനെങ്കിലും തൻ്റെ സതീർത്ഥ്യനെ പോയി കാണണമെന്ന് ദ്രോണൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ ചെന്ന ദ്രോണരെ ദ്രുപദൻ സഹായിച്ചില്ലെന്നും മാത്രമല്ല പരിഹസിച്ച് വിടുകയുമാണ് ചെയ്തത്. മനസ്സു നേറി അവിടെ നിന്നും ദ്രോണരും കുടുംബവും എത്തപ്പെട്ടത് ഹസ്തിനാപുരിയിലാണ്. ഹസ്തിനാപുരിയുടെ വിശാലമായ കളിസ്ഥലത്ത് പാണ്ഡവകുമാരന്മാരും കൗരവകുമാരന്മാരും പന്ത് കളിക്കുകയായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന പന്ത് കിണറ്റിൽ വീണു. ഈ സമയത്താണ് ദ്രോണൻ അവിടെ എത്തിയത്. തനിക്ക് വീണ് കിട്ടിയ അവസരമാണ് ഇതെന്ന് ദ്രോണൻ മനസ്സിലാക്കി ഒരു അസ്ത്രജാലം കാട്ടി പൊട്ടക്കിണറ്റിലെ പന്തെടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. അത്ഭുത രംഗം കണ്ട് കുട്ടികൾ അതിശയമുള്ളവരാവുകയും ആ വിവരം പിതാമഹന്റെ അടുത്ത് അവരെത്തിക്കുകയും ചെയ്തു. ഈ അത്ഭുതമറിഞ്ഞ ഭീഷ്മർ ദ്രോണരെ പാണ്ഡവ കൗരവന്മാരുടെ ആചാര്യനായി നിയമിച്ചു. ദ്രോണരുടെ ശിഷ്യത്തിൽ കുമാരന്മാർ ആയുധവിദ്യ പഠിച്ചു. അവർ തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അങ്ങനെ ആചാര്യനായ ദ്രോണന്റെ ശിക്ഷണത്താൽ പാണ്ഡവ കൗരവ കുമാരന്മാർ ആയുധവിദ്യകളൊക്കെ നേടി. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ശിഷ്യന്മാർ ആയുധാഭ്യാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. വളരെ വിചിത്രമായ ഒരു ഗുരുദക്ഷിണയാണ് ഇവിടെ ദ്രോണൻ തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. തൻ്റെ ബാല്യകാല സുഹൃത്തായ ഇപ്പോഴത്തെ പാഞ്ചാല രാജാവായ ദ്രുപദനെ പിടിച്ചുകെട്ടി തൻ്റെ കാൽക്കീഴിൽ കൊണ്ടിടണം എന്നായിരുന്നു ദ്രോണൻ്റെ ആവശ്യം. അർജുനൻ്റെ നേതൃത്വത്തിലുള്ള പാണ്ഡവസേന ആ കർമ്മം നിർവഹിച്ചു. ദ്രുപദനെ പിടിച്ചുകെട്ടി ദ്രോണാചാര്യരുടെ കാൽക്കീഴിൽ കൊണ്ടുവന്നിട്ടു. മാത്രമല്ല, പിടിച്ചെടുക്കപ്പെട്ട പാഞ്ചാല രാജ്യത്തിൻ്റെ പകുതി ഭാഗം ദ്രോണൻ സ്വന്തമാക്കുകയും ചെയ്തു. അപമാനിതനായ ദ്രുപദ രാജാവ് അവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ദ്രോണനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന ചിന്തയായിരുന്നു. ആ ചിന്ത മനസ്സിൽ വെച്ച് തനിക്ക് ദ്രോണനെ കൊല്ലാൻ പാകത്തിലുള്ള ഒരു പുത്രൻ ഉണ്ടാകണം എന്ന് മനസ്സാൽ ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം പല മുനിമാരെയും സമീപിച്ചു. യാജനെന്നും ഉപയാജനെന്നും പേരുള്ള 2 മുനിമാർ പാഞ്ചാലത്തിലെത്തുകയും അവരെ കൊണ്ടുവരികയും അവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ യാഗം നടത്തുകയും ചെയ്തു. ആ യാഗാഗ്നിയിൽ നിന്ന് ദ്രുപദ മഹാരാജാവിന് 2 മക്കൾ ജനിച്ചു. ജനിക്കുമ്പോൾ തന്നെ പ്രായപൂർത്തിയായ ഭാവത്തിലായിരുന്നു 2 മക്കളും, ഒരാണും ഒരു പെണ്ണും. ജന്മനാ കവചങ്ങളോടെ പിറന്നവനാണ് ദൃഷ്ടദ്യുമ്നൻ. അതുപോലെ തന്നെ ശ്യാമവർണ്ണമുള്ള കറുത്ത നിറമുള്ള കൃഷ്ണ
യാജ്ഞസേനി എന്ന കൃഷ്ണ മകളായും പിറന്നു. തന്നെ കൊല്ലാൻ പിറന്ന ഒരു മകനാണ് ദ്രുപദ രാജ്യത്തുള്ളതെന്ന് ദ്രോണർക്ക് അറിയാമായിരുന്നു. എങ്കിലും ആയുധവിദ്യ പഠിക്കാനായിട്ട് ദ്രോണൻ്റെ അടുക്കൽ ദൃഷ്ടദ്യുമ്നനെ കൊണ്ടുവന്നു. അദ്ദേഹം ഇരു കൈയും നീട്ടി അവനെ സ്വീകരിച്ച് ആയുധവിദ്യകളൊക്കെ പഠിപ്പിച്ചു. മഹാമനസ്കനായ ദ്രോണൻ അവനെ പഠിപ്പിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, തൻ്റെ മരണം എപ്രകാരം സംഭവിക്കുമെന്നും അത് മാറ്റപ്പെടാൻ സാധ്യമല്ലെന്നും ദ്രോണർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ദൃഷ്ടദ്യുമ്നനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്, തൻ്റെ സേനയുടെ മുന്നിലുള്ള പാണ്ഡവ സേനയുടെ സർവ്വസൈന്യാധിപനായി നിൽക്കുന്നതെന്ന് ദ്രോണനെ ദുര്യോധനൻ ഓർമ്മിപ്പിക്കുകയാണ്. സർവജ്ഞാനിയായ ദ്രോണർക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, ഒരു ഔപചാരികതയുടെ പേരിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതായത് ദ്രുപദപുത്രൻ എന്നാണ് പറഞ്ഞത്. ദൃഷ്ടദ്യുമ്നൻ എന്ന പേര് പറയാ ദ്രുപദപുത്രേണ വ്യൂഹം ചമയ്ക്കപ്പെട്ട് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ദ്രുപദപുത്രനെ ആചാര്യ അങ്ങ് കണ്ടാലും പശ്യൈത്താം പാണ്ഡുപുത്രാണാമാചാര്യ മഹദീഞ്ചമും വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ.